ഹലോ മക്കളെ, എങ്ങനെ പോകുന്നു? പഠിത്തമൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടായിരിക്കും. സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലെ കമൻറ്റ്സ് മിസ് നോക്കിയിട്ട് അതിനുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. ന്യൂമറിക്കൽസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ചെയ്യാവോ എന്നുള്ളത്, അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ്, അതായത് പ്രീവിയസ് ഇയേഴ്സും ബോർഡ് എക്സാമിനും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു ബുക്ക് എടുത്തിട്ട്. ഇനി ഇതല്ല വേറെ എന്തെങ്കിലും ചോദ്യങ്ങളും കൂടെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടെ മിസ് ഇതിൻ്റെ കൂടെ ഹിൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അതിനകത്ത് ആദ്യത്തെ ചോദ്യം നോക്കൂ. എ പോയിന്റ് ചാർജ് ഓഫ് 2 മൈക്രോ കൂളും ഇസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബിക് ഗോസിയൻ സർഫസ് ഓഫ് സൈഡ് 0.5 സെൻറ്റിമീറ്റർ. ഒരു ക്യൂബിൻ്റെ സൈഡാണ് പറഞ്ഞിരിക്കുന്നത്, 0.5 സെൻറ്റിമീറ്റർ എന്നാണ്. What is the net electric flux through the surface? Net electric flux through the surface ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം phi is equal to q by epsilon 0 ആണ് അല്ലേ. Q എത്ര തന്നിട്ടുണ്ട്? 2 മൈക്രോ കുളുംബ് എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 × 10⁻⁻6 ആണ്. ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാണ്? 8.85 × 10⁻12 ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. 2/8.85 ചെയ്യുക. 10⁻6ഉം 10⁻12 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ 10⁻12 ആകും. അപ്പോൾ -6ഉം 12ഉം കൂടെ എന്താ വരുന്നത്? 10⁻6 ആകും. അപ്പോൾ 2/8.85 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2.25 ആണ്. യൂണിറ്റ് ഓഫ് ഫ്ലക്സ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളുംബാണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് എന്ന്? അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളും. അതാണ് ഫസ്റ്റ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. ഇതേപോലത്തെ ചോദ്യമാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇമാജിൻ ദാറ്റ് ദ ചാർജ് ക്യൂ ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ഹോളോ ക്യൂബ്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സൈഡ് ഓഫ് ദ ക്യൂബ്? ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിൽ കൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെയാണെന്ന് വെച്ചാൽ ക്യൂബിന് 6 സൈഡുകളുണ്ട് അല്ലേ. ഒരു ക്യൂബിന് 6 സൈഡ് ഉണ്ട്. ഒരു സൈഡിൽ കൂടെയുള്ള ഫ്ലക്സ് എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 1/6 × Q/ε0 ആണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എഴുതാനായിട്ട്. 1/6 × Q/ε0. അടുത്ത ചോദ്യം നോക്കൂ. A point charge of 10 microcoulomb is at a distance of 5 centimeter directly above the center of a square of side 10 centimeter. ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ, ഇപ്പോൾ ഇതൊരു സ്ക്വയറാണെന്ന് വിചാരിക്കുക. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ചാർജ് അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. 10 മൈക്രോകൂളം ചാർജാണ് വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ? ഒരു സ്ക്വയറിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ഈ ചാർജ് എൻക്ലോസ് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക. ഒരു ഗോസിയൻ സർഫസ് എടുക്കുമ്പോൾ ആ ഗോസിയൻ സർഫസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും വരിക? ഒരു ക്യൂബിൻ്റെ സ്പേസ് അല്ലേ, ഷേപ്പല്ലേ വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഒരു ഹോളോ ക്യൂബിൻ്റെ ഷേപ്പ് വരും. ഇതിൻ്റെ ഒരു സൈഡിലാണ് എന്തിരിക്കുന്നത്? ഈ ചാർജ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലക്സ് എന്താണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. 1/6 × Q/ε0. കാരണം ഒരു ക്യൂബിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചാർജ് ഉണ്ടാവുക. അപ്പോൾ 1/6 × Qൻ്റെ വാല്യൂ എത്രയാണ്? 10 × 10⁻⁶/ε0ൻ്റെ വാല്യൂ 8.85 × 10⁻12. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.88 × 10⁻5 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. 10ൻ്റെ പവേഴ്സ് വെച്ച് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയില്ല എങ്കിൽ ചെയ്ത് തെറ്റിക്കണ്ട. നിങ്ങൾ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ചെയ്തതിന് ശേഷം 10⁻⁻6 പവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. 10⁻⁻6ഉം 10⁻⁻12 മേലേക്ക് പോകുമ്പോൾ 10⁻12 ആകും. -6ഉം 10⁻12 എന്ന് പറയുമ്പോൾ a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. -6 + 12 എന്ന് പറയുമ്പോൾ 10⁻6 ആണ് വരിക. പക്ഷേ ഇവിടെ 1.88 എന്ന് എടുത്തിരിക്കുന്നത് പവർ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് 0.188 × 10⁻6 എന്നായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. അതിനെയാണ് 1.88 × 10⁻5 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ പഠിക്കുക. ഇത് നമ്മുടെ നോട്ടിനകത്തുണ്ട്. ഓരോ ക്യൂബിൻ്റെയും ഒരു എഡ്ജിൽ വെക്കുമ്പോൾ എന്താണ് വാല്യൂ, കോർണറിൽ വെക്കുമ്പോൾ എന്താണ് ഇക്വേഷൻ എന്നൊക്കെയുള്ള നമ്മുടെ നോട്ടിനകത്തുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് ഡെറിവേഷൻസ്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇനി ടോർക്ക് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ചിലപ്പം ചോദിച്ചേക്കാം. ടോ ഇസ് ഈക്വൽ ടു PE sin θ ആണ്. ഇതിനകത്ത് P എന്ന് പറയുന്നത് 2A × Q ആണ്. ചിലപ്പം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസും പിന്നെ ചാർജിൻ്റെ വാല്യൂയും തന്നിട്ട്
ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ഫൈൻ ദ ടോർക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ആയിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് വേണ്ട, ടോ ഈക്വൽസ് PE വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചും വേണമെങ്കിൽ ന്യൂമറിക്കൽസ് ചോദിക്കാം കേട്ടോ. പിന്നെ കുളുംസ് ലോ വെച്ചിട്ട് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം 1/4πε0 Q/r², ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യവും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. രണ്ടാമത് നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കുളം ലൊക്കേറ്റഡ് 9 സെൻറ്റിമീറ്റർ അവേ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, യൂണിറ്റ്സ് തന്നിരിക്കുന്നത് SI യൂണിറ്റിലാണോ തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വിയുടെ ഇക്വേഷൻ ആണ്, നമുക്ക് വി പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. 1/4πε0 × Q/r. ക്യൂവും ആറും തന്നിട്ടില്ലേ, നോക്കിക്കേ. ക്യൂ തന്നിട്ടുണ്ട്, 4 × 10⁻⁷ കുളുമ്പം തന്നിട്ടുണ്ട്. ദെൻ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 9 സെൻറ്റിമീറ്റർ അവേ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁹ × 4 × 10⁻⁷ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്റേഴ്സിലേക്ക് ആക്കണമെങ്കിൽ 10⁻² ചെയ്യുക. അപ്പോൾ ഇവിടെ 9 9 കട്ടായി, 4 ഉണ്ട്, 4 × 10⁻⁷ ഉണ്ട്, ഇൻറ്റു ഇവിടുത്തെ 10⁻⁹ ഉണ്ട്. 10⁻² മേലേക്ക് പോകുമ്പോൾ 10⁻² ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 2 എത്രയാണ്? 11. 11ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 4 അല്ലേ? അപ്പോൾ 4 × 10⁻⁴ വോൾട്ട്. പൊട്ടൻഷ്യൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 4 × 10⁻⁴ 4 × 10⁴ വോൾട്ട് അല്ലേ? 4 × 4 ആണ്. 11 - 7 ആണല്ലോ, 4 ആണ്. ഓക്കെ, ഇത് ചെറിയ വ്യത്യാസം, 4 പ്രിൻറ്റിങ്ങിൻ്റെ വ്യത്യാസം. 4 × 10⁻⁴ വോൾട്ടാണ് ആൻസർ. അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹെൻസ് ഒബ്റ്റെയിൻ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 × 10⁻⁷ കുളും ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ്. അപ്പോൾ നമുക്ക് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഇസ് ഈക്വൽ ടു Q × V. നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ കിട്ടിയോ? 4 × 10⁻⁴ എന്ന്. എത്ര ചാർജിനെയാണ് കൊണ്ടുവരേണ്ടത്? 2 × 10⁻⁷ ആണ്. അപ്പോൾ 2 × 10⁻⁹ ആണ് കേട്ടോ, 7 അല്ല. ഇൻറ്റു പൊട്ടൻഷ്യൽ എത്രയാണ്? 4 × 10⁻⁴. അപ്പോൾ 8 × 10⁻⁵ യൂണിറ്റ് എന്താണ്? ജൂൾ. അതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അതായത് V is equal to W/Q ആണ്. അതിൽ നിന്നാണ് നമ്മൾ W is equal to Q × V എന്ന് എഴുതിയത് അല്ലേ? ഓക്കെ, യെസ്. പിന്നെന്തോ ചോദിച്ചിട്ടുണ്ട്, ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് അലോങ് വിച്ച് ദ ചാർജ് ഇസ് ബ്രോട്ട്? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. അതുകൊണ്ട് തന്നെ അതെന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വർക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാം? എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അല്ലേ? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ആണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഓഫ് എ 0.1 μF? ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഈ ഡെറിവേഷൻ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കലായിട്ട് തന്നെ ചോദിക്കാം. വാട്ട് ഈസ് ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഓഫ് എ 0.1 μF പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? യെസ്. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നു നോക്കൂ. ഏരിയ ഓഫ് പ്ലേറ്റ് ഓഫ് 0.1 μF പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ C ആണ് തന്നിരിക്കുന്നത്, 0.1 μF ആണ്, 10⁻⁻⁶ ഫാരഡ് ആണ്. Given that separation between the plates, അതായത് സ്മോൾ ഡി എത്ര തന്നിട്ടുണ്ട്? 0.1 × 10⁻³ മീറ്റേഴ്സ്. 0.1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 0.1 × 10⁻³ മീറ്റേഴ്സ് ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, സിയും ഡിയും എയും നമുക്കറിയാം. C is equal to ε0 A/D ആണ്. therefore A is equal to CD/ε0 ആണ്. C എന്താണ്? 0.1 × 10⁻⁶ ഇൻറ്റു D എന്താണ്? 0.1 × 10⁻³ ഡിവൈഡഡ് ബൈ ε0യുടെ വാല്യൂ പഠിച്ചു വെച്ചേക്കുക. 8.85 × 10⁻12 ആണ്. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏരിയ 10.47 × 10⁻³ ഏരിയയുടെ യൂണിറ്റ് എന്താ വരുന്നത്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചേ എന്തുവാണ്? C is equal to ε0 A/D. രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് D. ഇവിടെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, ഓരോ പ്ലേറ്റിൻ്റെ ഏരിയ A ആണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0 A/D ആണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിനിടയിൽ ഒരു ഡൈഇലക്ട്രിക് വെക്കുകയാണ് അല്ലേ? ഒരു ഡൈഇലക്ട്രിക് വെക്കുകയാണ്. അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K × ε0 A/D.
ഇതിപ്പോൾ നിങ്ങൾക്ക് മോഡലിന് ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മോഡലിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമോ എന്ന്. ചെയ്യാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മോഡലിൻ്റെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ബോർഡിനും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ മോഡൽ പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ ബോർഡിന് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിന്ന് ടൈം ഉണ്ടെങ്കിൽ മിസ് മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. 3 capacitors are connected to a 12-volt battery as shown in figure. What is the effective capacitance? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിന്നാണ് ചാർജ് വരുന്നത്. ഈ ചാർജ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അതായത് 2ഉം 4ഉം എന്താണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ C1 + C2 ആണ്. അപ്പോൾ 2ഉം 4ഉം ആയതുകൊണ്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് വന്നു? 6 മൈക്രോഫാരഡ് എന്ന് വന്നു. ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ആരുമായിട്ട്? 3 മൈക്രോഫാരഡുമായിട്ട് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/CS is equal to 1/C1 + 1/C2 അല്ലേ? ദാറ്റ് ഈസ് 1/6 + 1/3 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 + 6/18 എന്ന് കിട്ടും, 9/18 എന്ന് കിട്ടും. ദാറ്റ് ഈസ് CS is equal to 18/9 എന്ന് കിട്ടും, which is equal to 2 മൈക്രോഫാരഡ് എന്ന് കിട്ടിയോ അല്ലേ? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് ഇസ് 2 മൈക്രോഫാരഡ് എന്ന് കിട്ടി അല്ലേ? ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ? 2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആൾക്കാരിലൂടെ പോകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ത്രൂ ദ എൻറ്റയർ സർക്യൂട്ട് എന്ന് വെച്ചാൽ Q is equal to C into V എന്നുള്ള ഇക്വേഷൻ അറിയാമല്ലോ. ഈ C എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻറ്റു V എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോൾട്ടേജ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്കിവിടെ കിട്ടിയ ആൻസർ 2 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 2 ഇൻറ്റു വാട്ട് ഈസ് ദ ടോട്ടൽ വോൾട്ടേജ്? 12 ആണ്. അപ്പോൾ 2 × 12 എന്ന് പറയുമ്പോൾ 24 മൈക്രോ ഫാരഡാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് കിട്ടുന്നത് മൈക്രോ കൂളും. എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് സർക്യൂട്ടിലൂടെ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 24 മൈക്രോ കൂളുമ്പ് കിട്ടിയോ? സംശയമൊന്നുമില്ല അല്ലേ? പക്ഷേ ഈ ചാർജ് അല്ല ഈ 2 മൈക്രോ ഫാരഡിലൂടെ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 2 മൈക്രോഫാരഡിൻ്റെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സർക്യൂട്ട് മാത്രം എടുക്കുക, അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. കാരണം പാരലൽ ആയിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് 2 മൈക്രോഫാരഡിൽ കൂടെയും പോകുന്നത് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V is equal to Q/C ആണ്. Q എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്കിവിടെ കിട്ടി 24 ആണ്, ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് ഈ 2ൻ്റെയും 4ൻ്റെയും കൂടെ എഫക്റ്റീവ്. രണ്ടും പാരലൽ ആയതുകൊണ്ട് എഫക്റ്റീവ് എത്രയാണ്? 6. അപ്പോൾ 24/6 എത്രയാ? 4 വോൾട്ടാണ് ഇവർ രണ്ടാളും കൂടെ ഷെയർ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും കോമൺ പൊട്ടൻഷ്യലാണ്. അത് തന്നെയാണ് 2 മൈക്രോഫാരഡിൻ്റെയും പൊട്ടൻഷ്യൽ, അത് തന്നെയാണ് 4 മൈക്രോഫാരഡിൻ്റെയും പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ? ഇറ്റ് ഈസ് 4 വോൾട്ട്. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നോക്കൂ, കറണ്ട് ഇലക്ട്രിസിറ്റി. ഇനി അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒന്ന് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കപ്പാസിറ്ററിൻ്റെയും പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നായിരിക്കും അധികം ചോദ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നല്ലേ 1/4πε0 Q/R. ഇത്രയേ ഉള്ളൂ ആ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള ന്യൂമറിക്കൽസ്. ഇനി മൂന്നാമത്തെ നോക്കൂ, ഈ സെല്ലിൻ്റെത് ഒരു കൺഫ്യൂഷനാണ്. അത് ചിലപ്പോൾ മാത്രമേ സെല്ലിൽ നിന്നുള്ള ന്യൂമറിക്കൽസ് ഉണ്ടാവുകയുള്ളൂ. എന്നാലും നമ്മളൊന്ന് നോക്കി വെച്ചേക്കാം, ജസ്റ്റ് ഇക്വേഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. A battery of EMF 10 volt and internal resistance 3 ohm is connected to an external resistor. If the current in the circuit is 0.5 ampere, what is the value of the external resistance? അതായത് EMF എന്താണ്? ഒരു സെല്ലിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് when there is no current in the cell. അതായത് when there is no current drawn from the cell. സെല്ലിൽ കൂടെ കറണ്ട് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. അതേസമയം കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേറൊരു പേര് പറയും. എന്താണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ TPD എന്ന് പറയും. ഇനി എന്താണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്? ഒരു സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓഫ് ദ സെൽ ഇസ് കോൾഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് സ്മോൾ r വെച്ചിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ EMF തന്നിട്ടുണ്ട് 10 വോൾട്ടാണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 3 ഓം ആണ്, കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംപിയർ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ R എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്.
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു EMF മൈനസ് I ഇൻറ്റു R ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് ഇൻറ്റർണൽ റെസിസ്റ്റൻസാണ്. ഇവിടെ നമുക്ക് വിക്ക് പകരം I ഇൻറ്റു ആർ എന്ന് കൊടുക്കാം ബൈ ഓംസ് ലോ അല്ലേ. I ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു E മൈനസ് ക്യാപിറ്റൽ I ഇൻറ്റു സ്മോൾ ആർ. നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. E മൈനസ് IR ബൈ I ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് 17 ഓം എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ ബി പാർട്ട് നോക്കിക്കേ. ബി പാർട്ട് ഇസ് വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി വെൻ ദ സർക്യൂട്ട് ഇസ് ക്ലോസ്ഡ്. അത്രയേ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു I ഇൻറ്റു ആർ. ആർ നമുക്കിപ്പോൾ കിട്ടിയല്ലോ. 0.5 ആണ് കറണ്ട് ഇൻറ്റു 17 ചെയ്ത് കഴിയുമ്പോൾ 8.5 വോൾട്ട് നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നമുക്ക് ഡിലീറ്റഡ് ആണ്, പക്ഷേ എങ്ങാനും ചിലപ്പോൾ അതിൻ്റെ റെസിസ്റ്റേഴ്സ് സീരീസിൽ റെസിസ്റ്റേഴ്സ് പാരലൽ തന്നിട്ടൊക്കെ എങ്ങനെ ചോദിക്കുവാണെങ്കിലോ. അപ്പോൾ സീരീസിൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, R1 + R2 + എക്സെട്ര ആണ്. പാരലൽ ആണെങ്കിൽ 1/Rp = 1/R1 + 1/R2. അതായത് കപ്പാസിറ്റേഴ്സിൽ നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റെസിസ്റ്റേഴ്സിൽ പറയേണ്ടത് കേട്ടോ. യെസ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ എന്ന് പറയുന്നത് ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, പിന്നെ മൊബിലിറ്റി, പിന്നെ ക്രിസ്റ്റോഫ് ലോ ആണ്, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. അതൊക്കെ തന്നെയുള്ളൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട്. ന്യൂമറിക്കലായിട്ട് ഇതൊക്കെ തന്നെ ചോദിക്കുകയുള്ളൂ. അടുത്ത ചാപ്റ്റർ നോക്കൂ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്താണ് കുറച്ച് പ്രോബ്ലംസ്, അതായത് ഇക്വേഷൻസ് കുറച്ച് കൂടുതലുള്ളത്. അതിനകത്ത് ഒന്നാമത്തത്, ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരീസ് 35 ആംപിയർ കറണ്ട്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദിസ് കണ്ടക്ടർ അറ്റ് എ പോയിന്റ് 20 cm away from the center of the wire. അപ്പോൾ കറണ്ടാണ് തന്നിരിക്കുന്നത്, I തന്നിട്ടുണ്ട് 35 ആംപിയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 20 × 10 - 2 മീറ്റർ. നമുക്ക് ബി കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രേറ്റ് കണ്ടക്ടർ ആകുമ്പോൾ ഇക്വേഷൻ എന്താ, μ0/2π × I/R. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 13.5 × 10⁻⁵ ടെസ്ല എന്ന് ആൻസർ കിട്ടും കേട്ടോ. സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കണ്ടക്ടർ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ പഠിക്കാൻ മിസ് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, പഠിച്ചേക്കണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കുലർ കോയിൽ, μ0/2 × I/R. μ0/2π എന്ന് പറയുന്നത് സ്ട്രേറ്റ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത സോളിനോയിഡിൻ്റെ കേസ് നോക്കൂ. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 മീറ്റേഴ്സ്. ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 0.5 meters, ഹാസ് എ റേഡിയസ് ഓഫ് 1 centimeter and is made up of 500 turns. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 500 meters ആണ്, അല്ല 500 turns ആണ്. Then if it carries a current of 5 ampere, what is the magnitude of magnetic field? ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, μ0 × Ni ആണ്. അതായത് μ0 × N എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു I ആണ്. That is μ0 is 4π × 10⁻⁷ into N എന്ന് പറയുന്നത് 500 ആണ്. 500 by length is 0.5 into എന്ത് വേണം, എത്ര കറണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്, ഇൻറ്റു 5 അല്ലേ. അപ്പോൾ 500/5, 500/0.5 എന്ന് പറയുമ്പം 5000/5 ആണ്. അപ്പോൾ 4π × 10⁻⁷ into 5000/5 എന്ന് വരും. ദാറ്റ് ഈസ് 1000 × 5. അങ്ങനെയാണ് ഇവിടെ 1000 × 5 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്മോൾ എൻ ആണ് കൊടുക്കേണ്ടത്. ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. സ്മോൾ എൻ ആണ്. സ്മോൾ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N/L ആണ്. അവിടെ 1000 എന്ന് വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണുള്ളത്. പിന്നെ ചോദിക്കുന്നത് ലോറൻസ് ഫോഴ്സ് എന്താണെന്നുള്ളത് എഴുതാൻ ചോദിക്കാം. അതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, QE + Q × E B × B. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE + Q × V × B. അതാണ് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കേട്ടോ. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല, പക്ഷേ അതിനകത്ത് വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QVB ആണ്. സൈൻ തീറ്റ ഉണ്ട്, Q × V × B ആണ്. അപ്പോൾ QVB സൈൻ തീറ്റ ഉണ്ട്, പക്ഷേ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾക്ക് സൈൻ 90 ഒഴിവാക്കാം. എന്നിട്ട് ഇതും V ആണ്, ഇതും V ആണ്. അപ്പോൾ നമുക്ക് V കട്ടാക്കി. അപ്പോൾ ഇതിനകത്തുനിന്ന് V = BQR/m എന്ന് കിട്ടിയോ. ദിസ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്.
അപ്പോൾ ഇതിങ്ങനെ ചോദിക്കാറുണ്ട്, ഷോ ദാറ്റ് ദ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഇവിടെ ബി മാഗ്നറ്റിക് ഫീൽഡാണ്, ക്യൂ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, എം ഇസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ബിയും ക്യൂ എമ്മും ഒക്കെ കോൺസ്റ്റൻസ് അല്ലേ, അപ്പോൾ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നല്ലേ കിട്ടുക. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഒമേഗ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്, വെലോസിറ്റി ബൈ റേഡിയസ് ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, ബി ക്യു ആർ ബൈ എം ബൈ ആർ എന്ന് പറയുമ്പോൾ ആറും ആറും കട്ടാവും, ബാക്കി എന്താ വരുന്നത് ബി ക്യു ബൈ എം. അപ്പോൾ ഒമേഗ കിട്ടിയോ, ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ് ആണ്, ഓർ എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ്. വാട്ട് ഈസ് ഒമേഗ, ഇറ്റ് ഇസ് ബി ക്യൂ ബൈ എം ബൈ 2π എന്ന് പറയുമ്പോൾ ബി ക്യൂ ബൈ എം ഇൻറ്റു 2π, ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസി. ഇതിനകത്ത് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് ഇസ് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി വിച്ച് ഇസ് 2πm ബൈ ബി ക്യൂ, 2πm ബൈ ബി ക്യൂ. കിട്ടിയോ? ഓക്കെ, ഇനിയുണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. നമുക്ക് വിക്ക് പകരം എന്ത് കൊടുക്കാം, ബി ക്യു ആർ ബൈ എം എന്ന് കൊടുത്തൂടെ. അപ്പോൾ ഹാഫ് എം ഇൻറ്റു ബി ക്യു ആർ ബൈ എം എന്ന് പറഞ്ഞാൽ വി ആണ്, വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് കൊടുക്കുക. എമ്മും കട്ടായി, അപ്പോൾ ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m എന്ന് കിട്ടും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും കിട്ടിയോ? ഇതിനകത്ത് നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയും ഡേറ്റ തന്നിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇതൊക്കെ എഴുതി വെച്ചോണേ. ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഥവാ കുറച്ച് സ്പീഡ് കുറച്ച് കേൾക്കണമെങ്കിലും സ്പീഡ് കുറച്ചാൽ മതിയല്ലോ. പ്ലേ ബാക്ക് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കേൾക്കാം. ഞാൻ ചെറുതായിട്ട് സമയമെടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, പെട്ടെന്ന് തീർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫാസ്റ്റായി പഠിക്കുന്നതാണ് എപ്പോഴും ബ്രെയിനിന് നല്ലത്. ഓക്കെ, യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 10ാമത്തെ ചോദ്യം നോക്കൂ. ആ ഗാൽവനോമീറ്റർ വിത്ത് കോയിൽ റെസിസ്റ്റൻസ് 12 ohm ഷോസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം കേട്ടോ. ഗാൽവനോമീറ്റർ വിത്ത് കോയിൽ റെസിസ്റ്റൻസ് 12 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 2.5 mA. ഷണ്ട് റെസിസ്റ്റൻസ് ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചത്. ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ആൻ അമ്മീറ്റർ ഓഫ് റേഞ്ച് 0 to 7.5 ampere. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐ ജി ഇൻറ്റു ജി ബൈ ഐ മൈനസ് ഐ ജി ആണേ, നമുക്കറിയാം അല്ലേ. ഐ ജി ആണ് എത്ര തന്നിരിക്കുന്നത്, 2.5 mA എന്ന്, അതായത് 2.5 ഇൻറ്റു 10⁻³ ആംപിയർ അല്ലേ. ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാണ്, മീറ്റർ കോയിൽ റെസിസ്റ്റൻസ് 12 ohm ആണ്, ഗാൽവനോമീറ്ററിൻ്റെത് റെസിസ്റ്റൻസ് 12 ohm ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് എത്ര തന്നിട്ടുണ്ട്, 7.5 മൈനസ് 2.5 ഇൻറ്റു 10⁻³ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ 10⁻³ കൂടെ നമ്മൾ ഇങ്ങനെ ഈ ഡെസിമൽസിലേക്ക് ആക്കുക, എന്നാലേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് 7.5 മൈനസ് 2.5 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് 5 ഇൻറ്റു 10⁻³ എന്ന് എഴുതുന്നത് തെറ്റാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, ഷണ്ട് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം നോക്കൂ. ഇതേ ചോദ്യം തന്നെ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ളതാണ് അടുത്ത ചോദ്യം. ഗാൽവനോമീറ്റർ വിത്ത് കോയിൽ റെസിസ്റ്റൻസ് 12 ohm. അപ്പോൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ് 12 ohm തന്നിരിക്കുന്നത്. ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 mA എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അവിടെ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ ആണ്, അപ്പോൾ 3 ഇൻറ്റു 10⁻³ ആംപിയർ. ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എ വോൾട്ട് മീറ്റർ ഓഫ് റേഞ്ച്. അപ്പോൾ വി ആ തന്നിരിക്കുന്നത് 18 വോൾട്ട് എന്ന്. ആറ് കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ ഇതല്ലേ, വി ബൈ ഐ മൈനസ് ജി അല്ലേ. വി എത്രയാണ്, 18 ബൈ ഐ എന്താ, 3 ഇൻറ്റു 10⁻³ മൈനസ് ക്യാപിറ്റൽ ജി എസ് 12. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, 5988. അപ്പോൾ എത്ര നോക്കൂ, ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ചെറുതാണ് കണ്ടോ, 4 ഇൻറ്റു 10⁻³ ohm ആണ്. അതേസമയം നമ്മുടെ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന് നോക്കൂ, വാല്യൂ നോക്കൂ, 5988. അങ്ങനെ നമ്മൾ പഠിക്കുക. മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെറിയ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക അല്ലേ, അതാണ് സംഭവം. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചോദ്യം ഇപ്പോൾ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഇസ് 2 mH. വന്ന ചോദ്യം വെച്ചാൽ കറക്റ്റ് വാല്യൂ അതല്ല, പക്ഷേ ഈക്വേഷൻ വെച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 2 mH. ഇഫ് എ കറണ്ട് ഓഫ് 1 ampere is switched off in a time of 1 millisecond, what is the induced EMF in it? അപ്പം E is equal to L into di by dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ, ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുക്കുന്നു. എൽ എത്രയാണ്, 2 mH ആണ്. അപ്പോൾ 2 ഇൻറ്റു 10⁻³ ഇൻറ്റു di/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് കറണ്ട് എത്രയാണ്, 1 ആംപിയർ എന്നാണ് തന്നിരിക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ ടൈം എത്ര തന്നിട്ടുണ്ട്, മില്ലി സെക്കൻഡ് ആണ്, അതായത് 10⁻³ അപ്പോൾ ഇതും കട്ടായി. ബാക്കി എന്താ വരുന്നത്, 2 വോൾട്ട് ഇസ് ദ ആൻസർ. എളുപ്പമാണ്, പക്ഷെ നമുക്ക് ഇക്വേഷൻ അറിയാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുക.
മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് മിസ് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ടോർക്കിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ ഇസ് എം ബി സൈൻ തീറ്റ എന്ന് വരും. എമ്മിന് വരെ നമുക്ക് കറണ്ട് ഇൻറ്റു ഏരിയ ഇൻറ്റു ബി സൈൻ തീറ്റ. അപ്പോൾ കറണ്ട് ഏരിയ ബി ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരാം. ഇതിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NIAB സൈൻ തീറ്റ. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ കേട്ടോ. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ. പിന്നെ നമുക്ക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എടുത്തിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവെക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? IL ക്രോസ് B ആണ്. ദാറ്റ് ഈസ് ILB സൈൻ തീറ്റ എന്നാണ് വരിക. I is current, L is length of the conductor and B is the magnetic field. ഇതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. F is equal to μ0/2π into I1 I2 by A. 2π ഇല്ല, μ0/2 into I1 I2 by A എന്നുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലൈൻ. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് വെച്ചിട്ട് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൂവിങ് ചാർജസിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപിയർ ടു 1 ആംപിയർ. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ കറണ്ട് നമുക്ക് എന്തോ കിട്ടി? 4 ആംപിയറിന് കിട്ടിയോ? 5 - 1 അല്ലേ. ടൈം എന്താണ് കിട്ടിയത്? ടൈം ഇസ് 0.1 സെക്കൻഡ്സ് എന്ന് കിട്ടി. ആവറേജ് EMF എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്താണ് ഇക്വേഷൻ? E is equal to L into di/dt മൈനസ് L into di/dt ആണ്. പക്ഷെ നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ മൈനസ് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ L is equal എന്താ കിട്ടുക? E into dt/dl എന്നാ കിട്ടുക അല്ലേ. dt/di എന്നാണ് കിട്ടുക. E എത്രയാണ്? 200 ഇൻറ്റു dt എന്താണ്? 0.1 ബൈ di എന്തുവാണ് വരുന്നത്? di is 4 അല്ലേ. അപ്പോൾ 200ഉം 4ഉം കട്ടാക്കി 200ഉം 4ഉം കട്ടാക്കുമ്പോൾ എന്താ വരിക? 50 വരും. 50 into 0.1 is 5 Henry. 5 Henry is the answer. ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ആൻസർ 5 Henry എന്ന് കിട്ടി അല്ലേ. ഓക്കെ. 14ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് 50 മില്ലി ഹെൻറി. ഇതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിലും ചോദിക്കാം. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, എനർജി സ്റ്റോർഡ് ഇൻ ആൻ കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷനാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ടറിൻ്റെ ഡെറിവേഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ½ Li² എന്നാണ് ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു L തന്നിട്ടില്ലേ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനിയിപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടില്ല. ഹെൻറി, H എന്ന് പറഞ്ഞാൽ ഹെൻറി സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഹെൻറി തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ, അത് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെന്നുള്ളത്. മില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 × 10⁻³ ഇൻറ്റു I എത്ര തന്നിട്ടുണ്ട്? 2 ആണ്. അപ്പോൾ ഇൻറ്റു 2² കണ്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ന്യൂമറിക്കൽസിനെ പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇക്വേഷൻസ് കറക്റ്റ് അങ്ങോട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ മിസ് തന്നിരിക്കുന്ന ന്യൂമറിക്കൽസിനകത്ത് നിന്നുള്ള ഇക്വേഷൻസ് ഇപ്പം തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചോളുക. മിസ് അല്ലാണ്ട് എക്സ്ട്രാ തന്ന ഇക്വേഷൻസും കൂടെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ന്യൂമറിക്കൽസ് വരുള്ളൂ. നിങ്ങൾ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ, അതിനകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ഡെറിവേഷൻസ് നല്ലോണം നോക്കിക്കോളുക. ഡെറിവേഷൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ. യെസ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് കിട്ടും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട എൻ്റെ കുട്ടികളെ കേട്ടോ. ഓക്കെ. ദ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 coils is 1 Henry. വീണ്ടും അതാ 1 Henry മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ M നമുക്ക് 1 Henry എന്ന് കൊടുക്കാം. കറണ്ട് 4 to 5 ആംപിയർ ആണ് കറണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് ഇസ് ഈക്വൽ ടു 1 ആംപിയർ ആണ്. ടൈം തന്നിരിക്കുന്ന 1 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ 10⁻³ സെക്കൻഡ് ആണ്. EMF ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ E is equal to M into di/dt ആണ് ഇക്വേഷൻ. ഓക്കെ. M എന്താ? 1 into di 1/10⁻³ അതായത് 10⁻³ വോൾട്ട്, അതായത് 1000 വോൾട്ടാണ് EMF നമുക്ക് കിട്ടിയത്. ഓക്കെ. EMI വരെ കഴിഞ്ഞോ? ഇനി അടുത്തത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നലെ മിസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ 2 ഇക്വേഷൻസ് പഠിച്ച് വെക്കണേ എന്നുള്ളത് കേട്ടോ. എക്സ്പ്രഷൻ ഫോർ RMS കറണ്ട്, RMS കറണ്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ I is equal to IRMS is equal to Im/√2 അല്ലെങ്കിൽ I0/√2 അല്ലേ. എക്സ്പ്രഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്രഷൻ ഫോർ RMS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VRMS is equal to V0/√2 അല്ലേ. ഓക്കെ. ദെൻ
അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ലൈറ്റ് ബൾബ് ഇസ് റേറ്റഡ് അറ്റ് 100 watt ഫോർ എ 220 volt സപ്ലൈ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നു? 100 watt എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം? നമ്മുടെ പവറാണ്. വോട്ടല്ലേ യൂണിറ്റ്? വോട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? പവറിൻ്റെ യൂണിറ്റ് ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 volt എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, പവറിന് എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ടെന്ന് നോക്കുക. പവർ ഇസ് ഈക്വൽ ടു I² ഇൻറ്റു ആർ, പവർ ഇസ് ഈക്വൽ ടു V² ബൈ ആർ, പവർ ഇസ് ഈക്വൽ ടു VI അല്ലേ? 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ വിയും ആറും പിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു നമ്മൾ ഏതാ എടുക്കേണ്ടത്? പി ഇസ് ഈക്വൽ ടു V² ബൈ ആർ ആണ് ചെയ്യേണ്ടത്. കാരണം ആർ ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? V² ബൈ പി എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് 220 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ 100. 22 ഇൻറ്റു 22 എത്രയാണ്? 484 ohm ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് പീക്ക് വോൾട്ടേജ് ഓഫ് ദ സോഴ്സസ്. പീക്ക് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ പീക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പം VRMS ഇസ് ഈക്വൽ ടു V0 ബൈ √2 ആണ്. അപ്പോൾ V0 ആണ് പീക്ക് വോൾട്ടേജ്. അപ്പോൾ √2 ഇൻറ്റു VRMS എത്ര തന്നിരിക്കുന്നത്? 220 അല്ലേ? അപ്പോൾ √2 ഇൻറ്റു 220 ചെയ്യുക. √2 എന്ന് പറഞ്ഞാൽ 1.414 ഇൻറ്റു 220 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് 311 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ഓഫ് ദ RMS കറണ്ട് ത്രൂ ദ ബൾബ്. RMS കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ P ഇസ് ഈക്വൽ ടു VI ആണ്, I ഇസ് ഈക്വൽ ടു P ബൈ V ആണ്. P എത്രയാണ്? 100 ബൈ 220 ചെയ്യുക. അത് കിട്ടുന്നത് 0.45 ആംപിയർ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻസും വോൾട്ടേജിൻ്റെ ഇക്വേഷൻസൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പീക്ക് വോൾട്ടേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് VRMSൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. VRMS ഇസ് ഈക്വൽ ടു V0 ബൈ √2. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? A pure conductor of 25 millihenry is connected to a source of 220 volt. അപ്പോൾ ഇൻഡക്ടർ ആണ്. L ഈക്വൽസ് 25 millihenry. എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിന് ഇവിടെ കാര്യം? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ കാര്യമില്ലേ? നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ് ഇക്വേഷൻ? XL ഇസ് ഈക്വൽ ടു L ഒമേഗ. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് എൻ്റെ ഇക്വേഷൻ എന്താണ്? XL ഇസ് ഈക്വൽ ടു L ഒമേഗയാണ് അല്ലേ? ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. L തന്നിട്ടുണ്ട്, സോഴ്സ് തന്നിട്ടുണ്ട്, 220 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL കണ്ടുപിടിക്കുക. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 Hz എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് സംഭവം അല്ലേ? അപ്പം നമുക്കറിയാം XL ഇസ് ഈക്വൽ ടു L ഒമേഗയാണ്. L ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു F ചെയ്യുക. L എത്രയാണ്? 25 ഇൻറ്റു 10⁻³ ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു ഫ്രീക്വൻസി 50. ഇത് എത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 7.85 ohm എന്ന് കിട്ടും. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനും വരിക. ഇനി RMS കറണ്ട് ഇൻ ദ സർക്യൂട്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. RMS കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ I ഇസ് ഈക്വൽ ടു നമ്മുടെ ഓംസ് ലോ തന്നെയാണ് V/R. V/Rന് പകരം XL ഒന്ന് കൊടുക്കുക. XLൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? 7.85 എന്ന്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 220. അപ്പോൾ 220 ബൈ 7.85 ചെയ്താൽ മതി. 28 ആംപിയർ എന്ന് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? യെസ്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതിൻ്റെ പോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം എന്ന് ചോദിച്ചല്ലേ? അപ്പോൾ അതെന്തായിരുന്നു നോക്കൂ. What is the electromagnetic wave in free space? It is 1/√μ0 ε0 ആണ്. Where μ0 is the permeability in free space and ε0 is the permittivity in free space. What is the velocity of electromagnetic wave in a medium എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is 1/√μ ആണ്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ V is equal to 1/√. മ്യൂവിന് പകരം നമുക്ക് μ0 μr എന്ന് കൊടുക്കാം. എപ്സിലോണിന് പകരം ε0 εr എന്ന് കൊടുക്കാം. എന്താണ് μ0 εr? റിലേറ്റീവ് പെർമിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√μ0 ε0 എന്ന് പറയുന്ന ആരാണ്? സി അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണേ, 1/√μ0 ε0 ഇൻറ്റു 1/√μr εr അല്ലേ? അപ്പോൾ V is equal to ഇതെന്താണ്? ആള് സി ആണ്. സി ഡിവൈഡഡ് ബൈ √μr εr ആണ്. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം, velocity of electromagnetic wave in free space, relative permeability and relative permittivity. ഇതാണ് റിലേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 25 MHz
in free space along the x direction at a particular point in space and time. ഈയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 6.3 ജെ ക്യാപ്പ്. ജെ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നത്? വൈ ആക്സിസിലൂടെയാണ് പോകുന്നത്. ബി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നത് എന്താണ്? E0യുടെ വാല്യൂ ആണ് 6.3. നമുക്ക് E0 by V0 is equal to C എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ. സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? B0 is equal to E0 by C ചെയ്യുക. അതായത് 6.3 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ എത്രയാണ്? നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ ഇൻ ഫ്രീ സ്പേസ് 3 × 10⁸ ചെയ്യുമ്പം 2.1 × 10⁻⁸ ടെസ്ല എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ? എങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക? ഇഫ് E is along y direction then the wave propagates along x axis. Z ആക്സിസിലായിരിക്കും ബി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, the magnetic field in a plane electromagnetic wave is given by another very important question. ഇത് നിങ്ങൾ +1 ഓസിലേഷൻ വേവ്സിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? E is equal to E0 sin kx minus omega t അല്ലേ? B is equal to B0 sin kx minus omega t. What is this k? K എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ 2π/λ എന്ന് പറയും. Omega is the angular frequency and t is the time. X is called the path difference and E0 and B0 are the peak values of electric field and magnetic field. അപ്പോൾ നമുക്കിവിടെ ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ kx പ്ലസ് ഒമേഗ ടിയുടെ ടേംസിലാണ് ഉള്ളത് കേട്ടോ. kx പ്ലസ് ഒമേഗ ടിയുടെ ടേംസിലാണുള്ളത് അത്. ഓക്കെ, പ്ലസ് ആയിക്കോട്ടെ. പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ മാറിയതുകൊണ്ടാണ് അവിടെ പ്ലസ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അപ്പം നമ്മൾ ഇതേ ഇക്വേഷനെ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിലേക്ക് മാറ്റിക്കേ. ബി ഈസ് ഈക്വൽ ടു B0 സൈൻ kx പ്ലസ് ഒമേഗ ടി. ഇനി നിങ്ങൾ നോക്കിക്കേ മക്കളെ, വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ k ഈസ് ഈക്വൽ ടു 2π/λ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ λ ഈക്വൽസ് 2π/k. ഇനി നിങ്ങൾ ഇക്വേഷൻ നോക്കൂ, ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള ആൾ ആരാണ്? അതല്ലേ k. That is 0.5 × 10⁻³ അപ്പോൾ 2π ഡിവൈഡഡ് ബൈ 0.5 × 10⁻³ ചെയ്താൽ പോരെ അല്ലേ? ഇത് ചെയ്താൽ മതി. 12.56 × 10⁻³ മീറ്റേഴ്സ് എന്ന് നമുക്ക് ലാംഡ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π × ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി is equal to ω/2π ആണ്. ഇവിടെ ഒമേഗയുടെ ഒപ്പം ഉള്ളത് ആരാ നോക്കൂ? 1.5 × 10⁻11 ആണ് അല്ലേ? അപ്പോൾ ω/2π 1.5 × 10⁻11 ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? അതാണ് ഫ്രീക്വൻസി. അപ്പം റിലേഷൻസ് മനസ്സിലാക്കിയോ? B equals B0 sin kx പ്ലസ് ഒമേഗ ടി. k equals 2π/λ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അതുപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T ആണ്. ഇനി ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ തിരിച്ചിട്ടാൽ മതി. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/ω കേട്ടോ. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π × f ആണ്. ടൈം പീരീഡ് ഒമേഗ അതുപോലെ തന്നെ 2π/T ആണ്. രണ്ട് റിലേഷനും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് പഠിച്ചോണേ. എഴുതി വെച്ച് പഠിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് തലയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ എളുപ്പമാണ്. നിങ്ങളിനി വിചാരിക്കേണ്ടത് ഇതന്നെ നാളെ ചോദിക്കുമോ എന്നുള്ളത് ചിലപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് അറിയാമല്ലോ, നമുക്ക് 3 മാർക്കിനാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ന്യൂമറിക്കലായിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പം പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ. പക്ഷേ ഇപ്പം കണ്ടില്ല, ഇക്വേഷൻ റിലേറ്റ് ചെയ്യാൻ ചോദിച്ചു. അതായത് ജനറൽ പ്രോപ്പർട്ടീസിൽ നിന്നും ചോദിച്ചു. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അടുത്ത നോക്കൂ. B is along y direction and the wave propagates along x axis. Therefore, E should be in a direction perpendicular to both x and y axis. That is, E is along z axis. So, expression for electric field is B question എന്തായിരുന്നു? Write an expression for the electric field. Okay. Expression for electric field ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ E is equal to E0 sin kx minus omega t എന്ന് എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ E0/B0 equal to C ആയതുകൊണ്ട് E0 is equal to B0 into C ആണ്. അപ്പോൾ നമുക്കത് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. B0യുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ദാ ഇവിടെ B0യുടെ വാല്യൂ തന്നിട്ടില്ലേ? B is equal to B0 sin kx minus omega t അല്ലേ? അപ്പോൾ B0യുടെ വാല്യൂ എത്രയാണ്? 2 × 10⁻⁷ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? 2 × 10⁻⁷ ഇൻറ്റു 3 × 10⁸ ചെയ്തു. അപ്പോൾ 16 കിട്ടി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 16 ആണ് E0 കിട്ടിയത്. 60 sin kx minus omega t അല്ലേ? അപ്പോൾ 0.5 × 10⁻³
പ്ലസ് 1.5 ഇൻറ്റു 10⁻11. ബാക്കി നമ്മുടെ ആദ്യം തന്ന ഇക്വേഷനകത്ത് നിന്ന് തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതാ ഈ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. നമ്മൾ ഈ ബി തന്നിട്ട് E0 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് E0 തന്നിട്ടുണ്ട്, സോറി B0 ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിതാ ജസ്റ്റ് E0യുടെ വാല്യൂ കണ്ടുപിടിക്കണം. E0യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ E0/B0 = C. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തില്ലേ ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് നിന്ന് E0 = B0 × C ചെയ്താൽ മതി. B0 എത്രയാണ്? ഇതാണ് 2 × 10⁻⁻7 × 3 × 10⁸ ചെയ്താൽ മതി. അപ്പം നമുക്ക് E0 കിട്ടും. ആ കിട്ടിയ വാല്യൂവിനെ എടുത്തിട്ട്, ആ കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? ഇതാ 60 എന്നാണ് കിട്ടിയത്. ആ എടുത്ത വാല്യൂ എടുത്തിട്ട് അപ്പോൾ E0 = 60 sin 0.5 × 10⁻³ x + 1.5 × 10⁻11 എന്ന് എഴുതി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്. അപ്പം നമ്മൾ 21 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. 30 ചോദ്യം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ടാവും. ഇതിനി അപ്ലോഡ് ചെയ്ത് എത്താനൊക്കെ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല, കാരണം ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് നെറ്റ്വർക്ക് അപ്ലോഡ് ചെയ്യാൻ. ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് വേഗം അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചേക്കാം. അത് കാണാണ്ട് പോകരുത്, കാരണം ന്യൂമറിക്കൽസ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ റേ ഓപ്റ്റിക്സിൽ നിന്ന് ചോദിച്ച കഴിഞ്ഞ പ്രാവശ്യം ബോർഡിനും മോഡലിനും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം മക്കളെ ഇത് കാണാണ്ട് പോരുത്. പാർട്ട് 2 മിസ് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും, അത് കണ്ടേക്കുക. പാർട്ട് 1 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ചെയ്യും. മിസ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറയുന്നതെന്ന് അറിയാം, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഫാസ്റ്റ് റിവിഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് മാത്രമേ വീഡിയോ കാണാനിരിക്കാവുള്ളൂ. ഇത് ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇക്വേഷൻസ് എഴുതി വെച്ച് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് മിസ് ഇപ്പം തന്നെ വരും, കാണാം.